ഉള്ളായതുകൊണ്ട് അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവന്റെ പ്രതിമ വരും. ഇന്റർനെറ്റ് മർഡർ 2-3 കാര്യം പറയുമ്പോൾ അവസാനിക്കും. വായിക്കാം വെളിപ്പാട് 13-15 വാക്യം വായിച്ചു തുടങ്ങുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. റോബോട്ട് ആഗോള വ്യാപകമായി. നാളെ അതിന്റെ 2ാം ഭാഗം വായിക്കാം. വെളിപ്പാട് 13-15 വായിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മതി. ഇതാ കിടക്കുന്ന വാക്യം ഓടിപ്പോവില്ല. ഇതാണ്ട് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മേരാനാം സോഫിയ നമസ്തേ ഇന്ത്യ. അടുത്ത കഴിഞ്ഞത് കണ്ട് സോഫിയ റോബോട്ട് പേറ്റുമാറി ചാറ്റ് GPT വിത്ത് ഗ്രോക്ക്. ഇതാ കിടക്കുന്നു. അവൾ വേറെ തലത്തിലായി. 3 ദാണ്ട് സ്തോത്രം. നമ്മുടെ സൗദി പൗരത്വം 20 വർഷം ശ്രീകണ്ഠാപുരത്ത് സൗദി ജോലി ചെയ്ത വർഗീസ് ചേട്ടൻ ഒരു നമ്പർ പോലും അറബികൾ കൊടുത്തില്ല. ദാ കിടക്കുന്ന സൗദി സിറ്റിസൺഷിപ്പ് സോഫിയ. അത് കഴിഞ്ഞ് റോബോട്ട്. അടുത്തത് കേൾക്കണോ? ദാ കിടക്കുന്ന സാരിക്കാരിയായി സോഫിയ മുംബൈയിൽ. അത് കഴിഞ്ഞ് തിരുവനന്തപുരം പാപ്പനംകോട്. ദാ കിടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ മാതൃഭൂമി ലേഖിക ചോദിച്ചു സോഫിയക്ക് ഇട്ട് കല്യാണം കഴിക്കണം. കുശുപൂണ്ടാണെങ്കിൽ കണ്ണാടി വെച്ച് കുഞ്ഞമ്മാമയെ ലോകം തീരാറായി. ദാ കിടക്കുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് വ്യോമമിത്ര. ഈ പെൺകുട്ടിയ ഇന്ന് ബാംഗ്ലൂർ ISRO. റോബോട്ട് ഉലകത്തെ പിടിക്കുക. ഇന്ന് രാത്രി കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല, റോബോട്ടില്ല, വൈഫൈ ഇല്ല, ട്യൂട്ടറില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു റോബോട്ട് സംസാരിക്കുക. ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്തോട് ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കപ്പെടുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? കണ്ണൂരേ പ്രസംഗിക്കുന്നവൻ വീഴും, പ്രവാചകൻ പട്ടുപോകും, ഉപദേശി കുഴയും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് യാതൊരു മാറ്റവുമില്ല. കരമുയർത്തുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ജീവന്റെ വചന. 14ാമത്തെ കൺവെൻഷൻ ഇന്ന് രാത്രി കേട്ടോണം. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് വായിച്ചിട്ട് മോനെ ഒരു വാക്യം കൂടെ അതോടുകൂടി അവസാനിക്കും. വായിക്കാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ വായിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന്റെ ബലം ലഭിച്ചു. കിടക്കുന്ന ഇതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ, നിയന്ത്രിത ബുദ്ധി. കേട്ടോണം 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ അവസാന ഭാഗങ്ങളിലേക്ക്. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതിന്റെ പേര് ഇന്നത്തെ ബ്ലൂ ബ്രെയിൻ. അതിനു മുമ്പ് ഒരു കളി വന്നു, ബ്ലൂ വെയിൽ. അതിപ്പോ സർക്കാരൊക്കെ നിരോധിച്ചു. ശ്രദ്ധയോടെ. ഇപ്പോഴും പല കളികളും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ രാത്രി സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് മൊബൈൽ കളിക്കും. എന്നിട്ട് അമ്മച്ചിക്കൊക്കെ പറയും വെക്കടാ വെടിയെന്ന്. അതിനകത്ത് തോമാച്ചാനെ വെടിവെക്കാനല്ല, അതിനകത്ത് കളിയുണ്ട്. പബ്ജി വെടി സ്വോത്രം. അതാ ഇതൊക്കെ സാത്താന്റെ കളികളാണ്. കേട്ടോ ഞാൻ പറഞ്ഞോ. കമ്പ്യൂട്ടർ എങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മുടെ ലൈവ് ആ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ ലാപ്ടോപ്പ് ഉണ്ട്. 3 സയൻസ് പറയുമ്പോൾ അവസാനിക്കും. 1, ഇന്ന് രാത്രി നമ്മുടെ ശ്രീകണ്ഠാപുരത്തൊരു പെൺകുട്ടി ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പം. അവർ 2 പേരും രാത്രിയിൽ ചാറ്റ് ചെയ്യും. ലാപ്ടോപ്പ് കയ്യിലെ മുമ്പിൽ പുറകിലിരിപ്പുണ്ട്.